റോമിൽ ചെന്നപ്പോൾ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കാറ്റക്കൊമ്പിൽ പോയി. സെൻറ്റ് സെബാസ്റ്റ്യൻ അടക്കിയിട്ടുള്ള സ്ഥലമാണ്. കാറ്റക്കൊമ്പ് എന്ന് പറഞ്ഞാൽ ഭൂഗർഭാലയങ്ങളാണ്. ഇവിടെ ക്രിസ്ത്യാനിറ്റിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന സമയത്ത് അവർ ഭൂമിക്കടിയിൽ ചെറിയ ചെറിയ ഗുഹകളിലാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. ആ ഗുഹകളെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളിനകത്തോട്ട് പോകും. അപ്പോൾ അതിനകത്തോട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമുക്ക് ഈ അരികിലൊക്കെ ഈ കുഴിമാടങ്ങളുണ്ട്. ഇങ്ങനെ അകത്ത് ഇങ്ങനെ ക്രിപ്റ്റോ പോലെ ഇങ്ങനെ അകത്തോട്ട് വെച്ചാൽ കുട്ടികളുടെ മുതിർന്നവരുടെ ഇങ്ങനെ കുഴിമാടങ്ങൾ ഒരുപാടുണ്ട്. അവർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ്, ഒരു ബലി അർപ്പിച്ചിരുന്ന സ്ഥലമാണ്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ കടന്ന് ഏറ്റവും അറ്റത്തെത്തുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ഒട്ടും സാമ്യമില്ലാത്ത 3 ചെറിയ വീടുകൾ കാണാം. 3 വീടുകൾ. ആ വീടുകൾ റോമൻസിൻ്റെ കാലത്തുണ്ടായിരുന്ന വീടുകളാണ്. അതവർ കളഞ്ഞിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ മരിച്ചവരടക്കുന്നതാണ്. അപ്പോൾ മരിച്ചവരടക്കുമ്പോൾ അവർ ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന എല്ലാ സാധനങ്ങളും ആ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അവർ അടക്കുന്നത്. എന്നിട്ട് ബന്ധുക്കൾ വർഷത്തിലൊരിക്കലും മരിച്ച ദിവസം വന്നിട്ട് ഇവരുടെ ഇഷ്ടമുള്ള ഭക്ഷണവും ഇവർക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സും എല്ലാം കൊണ്ടുവന്നിട്ട് വീട്ടുകാർ അവിടെയൊക്കെ ഇരുന്ന് ചുറ്റുമിരുന്ന് ആഘോഷമായിട്ട് വിരുന്ന് കഴിച്ച് പോകുന്നൊരു ഒരു 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 കഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് പലപ്പോഴും നമ്മുടെ പല നാടുകളിലും അതുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഞാനൊരു 3 വർഷം മുമ്പ് വയനാട് പോയപ്പോഴേക്കും അവിടെയുള്ള ആദിവാസി ഊരിൽ പോയി. അവിടെ ആദിവാസി ഊരിൽ പോയപ്പോഴേക്കും അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ കൊട്ടും പാട്ടുമാണ്. ഒരാഴ്ച മുഴുവൻ ഒരു ആഘോഷമാണ്. അവിടെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആത്മാവ് വിട്ടു പോകുന്നത്. ഒരാഴ്ചയുടെ അവസാനം അവർ ഈ ഗ്രാമത്തിൻ്റെ ഈ ഊരിൻ്റെ അതിർത്തിയിലേക്ക് കൊട്ടും പാട്ടമൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ പറയുന്നത് ഈ അതിർത്തിക്ക് ചുറ്റും മരിച്ചു പോയവരുടെ പ്രിയപ്പെട്ട വിശുദ്ധരിങ്ങനെ കാത്തിരിക്കും ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ആഘോഷത്തോടു കൂടിയാണ് ഒരു യാത്ര അയക്കുന്നത്. ബിക്കോസ് അതൊരു ഹാപ്പിനെസ്സാണ്, അതൊരു സെലിബ്രേഷനാണ്. ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ച് ഇറ്റ്സ് എ സെലിബ്രേഷൻ. അത് ആഘോഷമാണ്, അത് കരയുന്നതല്ല, അത് ആഘോഷമാണ്. അത് അടിച്ച് പൊളിക്കേണ്ട ഒന്നായിട്ട് തന്നെയാണ് പറയാം. ഈ ദൈവം ഇല്ലാതിരുന്നൊരു കാലം തൊട്ട് തന്നെ ഈ ആദിവാസികൾക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഗോഡൊന്നുമില്ല. എങ്കിലും അവരുടെ മരിച്ചവരോടുള്ള സ്നേഹം നോക്കി അവർ ദൈവപുര എന്ന് പറഞ്ഞൊരു പുര തന്നെയുണ്ട്, ദൈവപുര. ഈ പുരയിലാണ് ഇവർ മരിച്ചവർക്ക് വേണ്ടി ഒരു മൺചിരാത ഉണ്ടാക്കിയിട്ട് പല പല ഷേപ്പുള്ള മൺചിരാത അവരുടെ പേരിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കത്തിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ കത്തിക്കും. അവരിപ്പോഴും ചെയ്യുന്നൊരു ശീലമാണ്. മരിച്ചവരെന്നിങ്ങനെ എത്ര സെലിബ്രേറ്റ് ചെയ്ത് അവർ ഓർക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇനി പതുക്കി ഇങ്ങനെ വളരെ സന്തോഷത്തിൻ്റെ മൂഡിലേക്ക് നമ്മൾ പോവാണ്. ഇനി പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് കൈയടിക്കാം, നിങ്ങൾ കൂടെ പാടാം. നിങ്ങൾക്ക് പരിചയമുള്ള പാട്ടാണെന്ന് അറിയില്ല. ഇബ്ലീസ് എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ഇബ്ലീസ് എന്നുള്ള സിനിമ അറിയാം. അത് മരിച്ചുപോയവരുടെ ലോകത്തെക്കുറിച്ച് പറയുന്ന സിനിമയാണ്. അതിൻ്റെ അകത്തൊരു പാട്ട് കള്ള് ഷാപ്പിലെ പാട്ടാണ്. മരിച്ചുപോയവരെല്ലാവരും കൂടി കള്ള് ഷാപ്പിലിരുന്ന് അടിച്ചു പൊളിക്കുന്ന പാട്ട് അടിപൊളിയായിട്ട് പാടാം. ഓരോന്നായൊന്നൊന്നായി പോയോരവരെല്ലാരും ഉയർന്നു ചെന്നു നിന്നു നമ്മെ നോക്കാറുണ്ടോ? ഓരോന്നായൊന്നൊന്നായി പോയോരവരെല്ലാരും ഉയർന്നു ചെന്നു നിന്നു നമ്മെ നോക്കാറുണ്ടോ? തന്നന്നന്നാന 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 തന്നന്നനാന. അവിടെ പാട്ടുണ്ടോ പാട്ടുണ്ടോ, പാട്ടിനൊത്ത ചുവടുമുണ്ടോ? കനവുണ്ടോ നിലവുണ്ടോ, കാലം പോലും മാറാറുണ്ടോ? അവിടെ പാട്ടുണ്ടോ പാട്ടുണ്ടോ, പാട്ടിനൊത്ത ചുവടുമുണ്ടോ? കനവുണ്ടോ നിലവുണ്ടോ, കാലം പോലും മാറാറുണ്ടോ? ഏപ്പുണ്ടോ ഇരട്ടത്താപ്പുണ്ടോ, കാലുമാറും കോരന്മാരുണ്ടോ? അവിടെ കള്ളുണ്ടോ ഞണ്ടിങ്കറിയുണ്ടോ, കൂത്താടി പാടുന്ന നാട്ടാരുണ്ടോ? ഏപ്പുണ്ടോ ഇരട്ടത്താപ്പുണ്ടോ, കാലുമാറും കോരന്മാരുണ്ടോ? അവിടെ കള്ളുണ്ടോ ഞണ്ടിങ്കറിയുണ്ടോ, കൂത്താടി പാടുന്ന നാട്ടാരുണ്ടോ? ഇവയൊന്നുമില്ലെന്നാലും പോയല്ലേ പറ്റൂ പൊന്നെ, ഇവയൊന്നുമില്ലെന്നാലും പോയല്ലേ പറ്റൂ പൊന്നെ. വിളി വരുന്ന നേരം വരെയും കൂത്താടി പാടിയിടും നമ്മളെല്ലാരും. തന്നന്നന്നാന 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 തന്നന്നനാന. അങ്ങേലൊരുവനാവാം ഇങ്ങേലൊരുവനാവാം, നീയുമാവാം ഞാനുമാവാം, നമ്മൾ തമ്മിലാരുമാവാം. അങ്ങേലൊരുവനാവാം ഇങ്ങേലൊരുവനാവാം, നീയുമാവാം ഞാനുമാവാം, നമ്മൾ തമ്മിലാരുമാവാം.